സോ ഈ ടങ് ടൈ എന്ന് പറഞ്ഞാൽ എന്നതാ അറിയാവോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ നാക്കിൻ്റെ അറ്റത്തല്ല, ഒരു നടുഭാഗത്തായിട്ട് ഒരു ചെറിയ ടിഷ്യൂ ഉണ്ട്. അതിന് ഇച്ചിരി കട്ടി കൂടുകയോ അല്ലെങ്കിൽ നീളം കുറയുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് ടങ് ടൈ എന്ന് പറയുന്നത്. ഇത് ജന്മനാ ഉള്ള ഒരവസ്ഥയാണ് കേട്ടോ. ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചിലർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ലൈഫ് ലോങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ അവർ പാല് കുടിക്കാതെ വരിക, പാല് കുടിക്കാൻ അവർ ശ്രമിച്ചാലും അധികം പാൽ അവർക്ക് അകത്തോട്ട് എടുക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ, സംസാരിക്കാൻ തുടങ്ങിയ കുട്ടികൾക്ക് ചില അക്ഷരങ്ങൾ, ചില വാക്കുകൾ ഒട്ടും ഉച്ചാരണത്തോടെ പറയാൻ സാധിക്കാതെ വരിക. ആൻഡ് ഓഫ് കോഴ്സ് ഭക്ഷണം കഴിക്കുന്നതിൽ വരെ ഇത് പ്രശ്നങ്ങളുണ്ടാക്കാം. ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അധികം ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഒരാളുടെ ലൈഫ് ലോങ് ഈ ഒരു ചെറിയ പ്രശ്നം കാരണം സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രെനിലോട്ടമി അല്ലെങ്കിൽ ഫ്രെനിലോപ്ലാസ്റ്റി എന്നൊക്കെയുള്ള സർജിക്കൽ കറക്ഷൻസ് ആണ് ഇതിന് മെയിനായിട്ടുള്ളത്. ഇത് കുഞ്ഞു കുട്ടികളിൽ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഞാൻ ന്യൂ ബോൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഒരു 6 ആഴ്ച വരെ അവരുടെ സക്കിങ് റിഫ്ലക്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ പാല് കുട്ടികൾക്ക് അതിനുശേഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സസൈസായിട്ട്, ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല എക്സസൈസാണ് അവർക്ക് നാക്ക് മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇത് പ്രൊസീജിയറിന് ശേഷം റീ അറ്റാച്ച്മെൻറ്റ് വരാതിരിക്കാൻ ബ്രസ്റ്റ് ഫീഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.